ക്ലിയർ അലൈനർ ഇട്ടതിന് ശേഷം പല്ലുകളൊന്നും താഴേക്ക് പോയില്ല. അത് അലൈനറിന്റെ പ്രശ്നമാണോ? അല്ല, നിങ്ങളുടെ ഹാബിറ്റ്സിന്റെ പ്രശ്നമാണ്. അലൈനേഴ്സ് നമ്മൾ യൂഷ്വലി ഒരു 20 തൊട്ട് 22 മണിക്കൂർ ദിവസം ഉപയോഗിക്കണം. അതേസമയം നിങ്ങളിപ്പോൾ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഒരു ഗ്യാപ്പ് ഇടുകയാണ്. അത് നിങ്ങൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോൾ ഊരുന്നു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകുമ്പോൾ ഊരി വെച്ചിട്ട് പോകുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഊരി വയ്ക്കുന്നു. ആ സമയത്തൊക്കെ ഊരി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ടൈം കൂടും, നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല. ചില ആൾക്ക് ഹാബിറ്റ്സ് ഉണ്ടാവും, അതായത് ഇപ്പോൾ ടങ് ത്രസ്റ്റിംഗ്, നാക്കിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാവിങ്ങനെ കടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വാ തുറന്ന് കിടന്നുറങ്ങുക, ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഹാബിറ്റ്സ് കൊണ്ട് തന്നെ ഈ പല്ലുകളെല്ലാം പുറകോട്ട് പോയാലും അത് പിന്നെയും തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവായിരുന്നാലും അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഹാബിറ്റ്സുകളെല്ലാം തന്നെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആണ് ഈ പറഞ്ഞതുപോലെ അലൈനർ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യേണ്ടത്. ഇനി അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 1.5 years to 2 years നമ്മൾ റീറ്റേണേഴ്സ് ഇടണം. അതായത് ആ പല്ലുകൾ അതേ പൊസിഷനിൽ തന്നെ നിർത്താനുള്ള റീറ്റേണേഴ്സ്, അല്ലെങ്കിൽ അത് യൂഷ്വലി ക്ലിയർ ആയിട്ടുള്ള റീറ്റേണേഴ്സ് തരും, അത് ഉപയോഗിക്കണം. ഈ റീറ്റേണേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? പല്ലുകൾ വീണ്ടും പഴയ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലൈനേഴ്സ് ഒരിക്കലും ഫെയിൽ ആവുകയില്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ടൈമും പ്രൊലോങ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ വിചാരിച്ച റിസൾട്ട് കിട്ടത്തുമില്ല. അപ്പോൾ അതിന് അലൈനേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.